കോമേഴ്സ് ആണ്, ഹിന്ദിയാണ് എടുക്കുന്നത്. വരൂ, നമുക്ക് കുറച്ചധികം നേരം ഹിന്ദി പഠിക്കാനുണ്ട്. കാരണം നാളെയാണ് നമ്മുടെ ഹിന്ദിയുടെ എക്സാം വരുന്നത് അല്ലേ. അപ്പൊ നാളെ 2 എക്സാം ഉണ്ട്. അപ്പൊ 2 എക്സാമും കൂടി ഞങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള എല്ലാ ടെൻഷനിലും ആയിരിക്കും മക്കള്. ഓക്കെ, അങ്ങനെയുള്ള ടെൻഷനുള്ളവരും ഇനിയിപ്പോൾ ടെൻഷനില്ല, എല്ലാം പഠിച്ച് സെറ്റായി അങ്ങനെയുള്ള ആൾക്കാരും ആരും ആവട്ടെ, ഈ ഒരു കോണ്ടന്റ് നിങ്ങൾ എന്തായാലും പഠിച്ചിട്ടുണ്ടാവണം. ഇത് അവസാനം വരെ എൻ്റെ മക്കൾ കണ്ടിട്ടുണ്ടാവണം. കാരണം ഹിന്ദി പഠിച്ച് സെറ്റാക്കാൻ വേണ്ടിയിട്ട്, ഹിന്ദിയിൽ കുറച്ചെങ്കിലും ഒരു മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു സാധനം മതി. ഈ ഒരു കോണ്ടന്റ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൂപ്പറായിട്ട് സെറ്റായിട്ട് ഹിന്ദിയിൽ മാർക്ക് മേടിക്കാൻ പറ്റും. ഹിന്ദി എന്ന് പറയുന്ന വിഷയം എന്താണ്, കുറച്ചൊക്കെ നിങ്ങൾക്ക് എന്താണ് ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. ബാക്കി കുറച്ചൊക്കെ എന്ത് വേണം, കുറച്ച് ലോജിക്ക് വേണം, കുറച്ച് തള്ളാൻ അറിയണം, കുറച്ച് ഫോർമാറ്റുകൾ അറിയണം. ഈ പരിപാടിയാണ് ഹിന്ദി എന്ന് പറയുന്നത്. അപ്പൊ വലിയ സീന് സാധനം ഒന്നും അല്ല. നാളത്തെ എക്സാം ആലോചിച്ച് ഒരു ടെൻഷനും വേണ്ട. ഈ ഒരു കാര്യങ്ങൾ, ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിർബന്ധമായിട്ടും സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകണം. എന്തെങ്കിലും വന്നാലും എന്തെങ്കിലുമൊക്കെ എഴുതാൻ പറ്റും. ഓക്കെ, അത് ഞാൻ ഉറപ്പ് തരാണ്. ഓക്കെ, ആദ്യം മക്കൾ ചെയ്യേണ്ട ഒരു കാര്യം, എന്തൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്, ഏതൊക്കെ ചാപ്റ്റർ ആണ് പഠിക്കാനുള്ളത് ഒരു ഏകദേശം ഒരു ഐഡിയ ഉണ്ടാക്കാം. ഈ ലാസ്റ്റിലോട്ട് ഒന്നിനും സമയം ഇല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടങ്ങ് പോയാൽ മതി. ഓക്കെ അല്ലേ. അപ്പൊ നമുക്ക് ചാപ്റ്റേഴ്സ് ആണ്. ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ക്രിസ്മസ് എക്സാമിന്റെ ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, ദില്ലി മേ ഉനീന്ദേ എന്ന് പറയുന്ന പാഠമുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാഠം ഇതിൽ ഏതാ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ദില്ലി മേ ഉനീന്ദേ. അത് പഠിക്കാതെ എൻ്റെ മക്കൾ പോവാനേ പാടില്ല, അത് സ്കിപ്പ് അടിക്കാനേ പാടില്ലാത്തൊരു പാഠമാണ് കേട്ടോ. പിന്നെ മധുർവചൻ എന്ന് പറയുന്നത് നമ്മുടെ ദോഹയുടെ ഭാഗമായിരുന്നു. ദോഹ നമുക്കൊരു 3 മാർക്കിനൊക്കെ ചോദിക്കത്തുള്ളൂ. അപ്പൊ പഠിക്കാൻ നേരെ ഇല്ലാത്ത മക്കൾ എന്താണ്, വേണമെങ്കിൽ ദോഹയ്ക്ക് നമുക്ക് എന്താണ് ഒന്ന് സൈഡിലോട്ട് മാറ്റി വെക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നല്ല 3 മാർക്കും എനിക്ക് എല്ലാ മാർക്കും വേണം എന്നുള്ള മക്കൾ നിർബന്ധമായിട്ട് അത് പഠിച്ചിട്ട് പോകണം കേട്ടോ. പിന്നെ ഏക് തിൻക എന്ന് പറയുന്ന കവിത ആശയം ചോദിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട്, പഠിച്ചോണം. ഗലീലിയുടെ പാഠമുണ്ട്. ഗലീലിയുടെ പാഠം എന്താണ്, നിങ്ങൾ പോയിന്റ്സ് എങ്കിലും എന്ത് ചെയ്യണം, പഠിച്ചിട്ടുണ്ടാവണം ഒരു ഏകദേശം ഐഡിയക്ക്. പിന്നെ പൈതൽ ചൽത്താ ഹുവ ആത്മീ എന്ന് പറയുന്ന കവിത, അതിൽ നിന്നും എന്ത് ചോദിക്കാൻ സാധ്യതയുണ്ട്, ആശയം ചോദിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട്. പിന്നെ പരിയിലടുക്കി അവസാനത്തെ ചാപ്റ്റർ ആയിരുന്നു. അപ്പൊ കുറെ സ്കൂളിൽ അത് എടുത്തിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് കാണും, പരിയിലടുക്കിയിൽ നിന്നുള്ള ക്വസ്റ്റ്യനും കാണാൻ സാധിക്കും. അപ്പൊ എന്റെ മക്കൾ അതും കൂടി പഠിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. സ്കൂളിൽ എടുത്തിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ അതൊന്നും എഴുതേണ്ടി വരും കേട്ടോ. അങ്ങനെ ടോട്ടൽ 6 ചാപ്റ്റർ ആണ്. നിങ്ങൾക്ക് കുറച്ചൊന്നും അല്ല, 6 ചാപ്റ്ററോളം ഇപ്രാവശ്യം നമ്മുടെ ക്രിസ്മസ് എക്സാമിന് മക്കൾക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ഏത് ചാപ്റ്ററും ആവട്ടെ, ഏത് ചാപ്റ്റർ ആണെങ്കിലും നമ്മുടെ ഹിന്ദിയിൽ കുറച്ച് രീതികളൊക്കെ ഉണ്ട്. കുറച്ച് ക്വസ്റ്റ്യൻസേ ചോദിക്കാനുള്ളൂ. ഒരു രീതി, ഒരു പാറ്റേൺ ഓഫ് സാധനങ്ങൾ മാത്രമേ നമുക്ക് ചോദിക്കുള്ളൂ. അപ്പൊ അതിനൊക്കെ ഹിന്ദിയിൽ കുറച്ച് ഫോർമാറ്റുകളും ഉണ്ട്, ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്റെ മക്കൾ എന്തായാലും അറിഞ്ഞിരിക്കണം. അതറിഞ്ഞാൽ തന്നെ പകുതി മാർക്ക് നമുക്ക് സെറ്റാണ്. അപ്പൊ അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒരു കാരണവശാലും ഇത് പഠിക്കാതെ പോകരുത് എന്റെ മക്കൾ. നോക്കാം, ഡയറിക്ക് ഒരു ഫോർമാറ്റ് ഉണ്ട്, നമുക്കറിയാം. ഇതിനു മുമ്പും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി നിങ്ങൾക്ക് ഓർമ്മിപ്പിക്കാൻ വേണ്ടി നമ്മൾ പറയും. ഓക്കെ, ഒന്നുകൂടി പറയൂ കേട്ടോ. ഓക്കെ, ഡയറി. ഓക്കെ, എല്ലാ കഥാപാത്രങ്ങളും, മെയിൻ ആയിട്ടുള്ള എല്ലാ കഥാപാത്രങ്ങളും നമ്മുടെ ഹിന്ദിയിൽ പോയി ഡയറി എഴുതാറുണ്ട്. അപ്പൊ ഡയറിയുടെ ഫോർമാറ്റ് പഠിക്കണം. സന്തോഷത്തിന്റെ ഡയറി വേറെ, സങ്കടത്തിന്റെ ഡയറി വേറെ, അങ്ങനെ നമുക്ക് എഴുതാം കേട്ടോ. പിന്നെന്താണ്, ലെറ്റർ, പത്ര. നമുക്ക് 4 മാർക്കിനാണ് സാധാരണ ചോദിക്കാറ്. നമുക്ക് 4 മാർക്കിനാണ് ലെറ്റർ ചോദിക്കുക. അതിലൊരു 2.5 മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് മക്കൾ എന്ത് പഠിച്ചാൽ മതി, ഈ ഒരു ഫോർമാറ്റ് പഠിച്ചു വെച്ചാൽ മതിയാവും. പിന്നെ റെപ്പറ്റ് വരാൻ സാധ്യത കുറവാണ്. വളരെ സാധ്യത കുറവുള്ള ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് നമ്മുടെ റെപ്പറ്റാണ്. ചിലപ്പോഴേ വരുള്ളൂ, ചിലപ്പോൾ മാത്രമേ വരുള്ളൂ. അത് നിങ്ങൾ പഠിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. പോസ്റ്റർ വരാൻ വേണ്ടി സാധ്യതയുണ്ട്. അപ്പൊ ഏതൊക്കെ ടൈപ്പ് പോസ്റ്റർ ആണ്, ഇനിയിപ്പോൾ അഥവാ ഒരു ടൈപ്പ് പോസ്റ്റർ ഉണ്ട്, നമ്മളെല്ലാവരും സ്വാഗതം ചെയ്തുകൊണ്ട് അത് വന്നാൽ എങ്ങനെ എഴുതാം എന്ന് നമുക്ക് ഈ വീഡിയോയിൽ പറയാം. അതേപോലെ തന്നെ ആശയത്തിന് ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെറുതെ കുത്തിക്കലക്കി എന്റെ മക്കൾ എഴുതാൻ പാടില്ല. ആ സ്ട്രക്ചർ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താണ്, പിരമിഡ്, ബാക്കി വിസ്താർക്കാരെ. പണ്ടൊക്കെ ആണെങ്കിൽ ഇത് 2 മാർക്കിനെ ചോദിക്കാറ്. ഇപ്പൊ വന്ന് ഇതൊരു 3 മാർക്കിന് വരെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇത് എഴുതുന്ന രീതി എന്റെ മക്കൾ പഠിച്ചിട്ടുണ്ടാകണം. ഓക്കെ, അത് നമുക്ക് പറയാം. പിന്നെ വാർത്താലാപ്, കോൺവെർസേഷൻ വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആള് ആരാണിത്, പട്കഥ, തിരക്കഥ. ഇതിനു മുമ്പും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒന്നുകൂടി ഇത് ഓർമ്മിപ്പിക്കും. തിരക്കഥ എങ്ങനെ എഴുതാം, പട്കഥ എഴുതാം എന്നുള്ളത്. എന്റെ മക്കളെ, ഈ പട്കഥയൊന്നും ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇതുവരെ 10ാം ക്ലാസ്സിൽ ഹിന്ദിയിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എന്തായാലും പഠിക്കേണ്ട ഒരു സംഭവമാണ് പട്കഥയുടെ ഫോർമാറ്റ്. പിന്നെ ചരിത്രഗതി വിശേഷതായി. ചരിത്രഗത വിശേഷത എന്ന് വെച്ചാൽ ക്യാരക്ടർ സ്കെച്ച് ആണ്. ക്യാരക്ടറിന്റെ പ്രത്യേകതയാണ്. മിക്കവാറും നമുക്ക് ദില്ലി മേ ഉനീന്ദേ എന്ന് പറയുന്ന പാഠത്തിലെ രാജാറാമിന്റെ ക്യാരക്ടർ സ്കെച്ചും പിന്നെ നമ്മുടെ പരിയിലടുക്കിയിലെ നമ്മുടെ ഹെർമന്റെ ക്യാരക്ടർ സ്കെച്ചും ആയിരിക്കും വരിക. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഏതാ ചോദിച്ചാൽ രാജാറാമിന്റെ ക്യാരക്ടർ സ്കെച്ച് ആണ്. അതാണ് വരാൻ ഏറ്റവും കൂടുതൽ നാളത്തെ എക്സാമിന് സാധ്യതയുള്ളത്. അപ്പൊ അതെന്തായാലും പഠിച്ചിട്ട് പോകണം കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോന്നായിട്ട് എന്ത് ചെയ്യാം, തുടങ്ങാം. ആശയം എഴുതുന്ന സമയത്ത് ആശയം നമുക്ക് എവിടെ നിന്നൊക്കെ വരാൻ ചാൻസ് ഉണ്ട് എന്റെ മക്കൾ കൃത്യമായിട്ട് മനസ്സിലാക്കി
മനസ്സിലാക്കിയിട്ടുണ്ടാവണം. ഏക് തിൻക അല്ലെങ്കിൽ പെയ്തൽ ചലത്താ ഹുവ ആത്മി എന്ന് പറയുന്ന പാഠം. ഇതിൽ നിന്നുമാണ് 4 മാർക്കിന് നമുക്ക് ആശയം ചോദിക്കാൻ വേണ്ടി ചാൻസ്. ഞാൻ പറഞ്ഞു മധുർ വചൻ നമ്മുടെ ദോഹയിൽ നിന്ന് നമുക്ക് 2 മാർക്കിന് മാത്രമേ അതിന്റെ ആശയം എഴുതാനുണ്ടാവുള്ളൂ, 2 മാർക്കിന് മാത്രം. അപ്പൊ മക്കള് എഴുതുന്ന സമയത്ത് ആശയം ചോദിച്ചു കഴിഞ്ഞാൽ വലുതാക്കി ഒന്നും എഴുതി വെക്കരുത്, 2 മാർക്കിനുള്ളത് മാത്രം എഴുതുക. എത്ര എഴുതിയാലും 2 മാർക്കും നമുക്ക് ഇട്ട് തരത്തുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം, അതിനനുസരിച്ച് ചുരുക്കി വേണം എഴുതാൻ വേണ്ടിയിട്ട്, സമയം കളയാൻ പാടില്ല. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കുറെ മക്കൾക്ക് പറ്റിയ തെറ്റാണിത്. ദോഹയ്ക്ക് വേണ്ടി ഒരുപാട് ലോങ് ആക്കി എഴുതി വെച്ചു, സമയം പോയി. അങ്ങനെ എഴുതരുത്. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ 2 മാർക്കിന് മാത്രം, കുറച്ച് മാത്രം എഴുതി വെക്കാം കേട്ടോ. ഓക്കെ യെസ്. അങ്ങനെയാണെങ്കിൽ ആശയം എഴുതുന്നതിന് ഒരു രീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നോക്കാം എങ്ങനെ മാർക്ക് കിട്ടും എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവണം. ആശയം എഴുതുന്ന സമയത്ത് ഒരു ഇൻട്രൊഡക്ഷൻ വേണം. ഇൻട്രൊഡക്ഷനിൽ എന്തൊക്കെ വേണം മക്കളെ? കവിതയുടെ പേര് എഴുതിയിട്ടുണ്ടാവണം. കവിയുടെ പേര്, ഏത് കവിയാണോ ഇത് എഴുതിയിട്ടുള്ളത് ആ കവിയുടെ പേര് എഴുതിയിട്ടുണ്ടാവണം. വിഷയം എഴുതിയിട്ടുണ്ടാവണം. ഇത്ര എഴുതിയാൽ തന്നെ മക്കൾക്ക് 1.5 മാർക്കാണ്. ഈ ആദ്യത്തെ പാരഗ്രാഫിൽ ഇത്ര എഴുതിയാൽ തന്നെ എത്ര മാർക്ക് കിട്ടി? ഒരു 1.5 മാർക്കിന്റെ അടുത്ത് നിങ്ങൾക്ക് സൂപ്പർ ആയിട്ട് കിട്ടി. പിന്നെ നല്ലൊരു കൺക്ലൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് 1 മാർക്ക് കിട്ടും. പിന്നെ എന്ത് മാർക്ക് നോക്കിക്കേ, ആ ഒരു ഇതില് കോണ്ടന്റ് എന്ന് പറയുന്ന ഭാഗം എന്താണ്? ഏതാണ് ആ കവിതയിൽ കുറച്ച് ഭാഗങ്ങൾ മക്കൾക്ക് അറിയുന്നുണ്ടാവില്ലേ, ആ ഭാഗം എഴുതിയിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് എത്ര മാർക്ക് കിട്ടും? ഒരു 1.5 മാർക്ക് കിട്ടും. അങ്ങനെ 4 മാർക്കാണ് നമ്മൾ നോക്കുന്നത്. ഇൻട്രൊഡക്ഷന് 1.5 മാർക്ക് കിട്ടും, പിന്നെ നടുവിൽ നിങ്ങൾ എഴുതുന്നതിന് ഒരു 1.5 മാർക്ക് കിട്ടും, ലാസ്റ്റത്തെ കൺക്ലൂഷന് ഒരു 1 മാർക്ക് കിട്ടും. ഇതാണ് നമ്മുടെ മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനനുസരിച്ച് മക്കൾ എന്ത് ചെയ്യണം? നന്നായിട്ട് എഴുതിക്കോണം. ഇത് തന്നെ എഴുതാം. പിന്നെ ഹിന്ദിയിൽ ഒരു കാരണവശാലും എന്റെ മക്കൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അപ്പൊ അഥവാ സമയം ഇല്ലാത്ത അവസ്ഥ വരികയാണെങ്കിലും ഫസ്റ്റത്തെ ഇൻട്രൊഡക്ഷൻ എങ്കിലും എഴുതിയിട്ട് നിങ്ങൾ നിർത്തണം. അങ്ങനെ കേട്ടോ. അപ്പൊ എല്ലാ ക്വസ്റ്റ്യനെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു തുള്ളി എഴുതി വെച്ചാലും ആ തുള്ളിക്ക് മാർക്ക് കിട്ടുന്ന ഒരു സംഭവമാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഹിന്ദി എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും എഴുതി വെച്ചോണം. ഓക്കെ. അപ്പൊ ഈ കോണ്ടന്റ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കുത്തിക്കലക്കി എഴുതാൻ പറ്റും, അത് പേടിക്കേണ്ട. ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും നല്ല വൃത്തിക്ക് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക എല്ലാ കവിതയിലും കേട്ടോ. ഓക്കെ. പിന്നെ ദോഹയുടെ ചോദിക്കുന്ന സമയത്ത് ഇൻട്രൊഡക്ഷൻ കൺക്ലൂഷൻ എന്നൊന്നും പറഞ്ഞ് എന്റെ മക്കൾ എഴുതണ്ട. അതിന്റെ ആശയം എന്താണോ അത് ചെറുതാക്കി 2 ലൈൻ 3 ലൈനിലാക്കി എഴുതി വെച്ചാൽ മതി, മാർക്ക് കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ ആശയം ഇങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പൊ കവിയുടെ പേര് ഒരു കാരണവശാലും വിട്ടു പോകരുത്, പഠിക്കണം. വിഷയവും പഠിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ അടുത്തത് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണ് എന്താ? പട്കഥ. എന്തായാലും വരുവേ, എന്തായാലും നാളത്തെ എക്സാമിന് നിങ്ങൾക്ക് പട്കഥ കാണാൻ പറ്റും. അപ്പൊ പട്കഥയുടെ ഫോർമാറ്റ് നിർബന്ധമായിട്ട്, ഫോർമാറ്റ് മാത്രം എഴുതിയിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് 2.5 മാർക്ക് കിട്ടും. പിന്നെ ആ ഒരു ബോക്സിൽ വെച്ചിട്ട് മക്കൾ എന്തോ ഒരു സംഭാഷണം കൂടി എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരു 1/2 മാർക്കും കൂടി കിട്ടും. അങ്ങനെ എങ്ങനെ നോക്കിയാലും 3 മാർക്ക് നിങ്ങൾക്ക് പട്കഥയ്ക്ക് ഇവിടെ കിട്ടും. അപ്പൊ ഇത് എന്തായാലും പഠിക്കണം. ഏതൊക്കെ പാഠത്തുനിന്ന് വരും? ദില്ലിമേ ഉനീന്ദേ എന്ന് വരാൻ ചാൻസ് ഉണ്ട്. അവിടുന്ന് എന്താണ്? പ്രധാനമായിട്ടും 2 പട്കഥ വരും. നമ്മുടെ ഓട്ടോയില് ഗഗൻഗില്ലും നമ്മുടെ രാജാറാമും പോയിക്കൊണ്ടിരിക്കുന്ന ഭാഗം, പിന്നെ വീട്ടിൽ നിന്ന് നമ്മുടെ രാജാറാമും ഗഗൻഗില്ലും കൂടി സംസാരിക്കുന്ന ഭാഗം. ആ 2 ഭാഗത്തു നിന്നും പട്കഥ വരാൻ വേണ്ടിയിട്ട് നമുക്ക് ചാൻസ് ഉണ്ട്. പിന്നെ പരിയിലടിക്കുന്ന എന്താണ്? നമ്മുടെ ആ ഒരു ഭാഗം അല്ലേ, നമ്മുടെ ആപ്പിളൊക്കെ കൊടുക്കുന്ന ആ ഭാഗത്തു നിന്നൊക്കെ എന്താണ് നമുക്ക് ഈ ഒരു സംഭവം വരാൻ വേണ്ടി ചാൻസ് ഉണ്ട്, പട്കഥ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഗലീലിയുടെ പാടത്തുനിന്ന് ഒരു ഭാഗത്തു നിന്നേ വരാൻ ചാൻസ് ഉള്ളൂ, അത് ചാൻസ് മാത്രമാണ്. അഥവാ വന്നാലും എന്റെ മക്കൾ പേടിക്കണ്ട, ഹിന്റ് നമുക്ക് തന്നിട്ടുണ്ടാവും. ആ ഹിന്ദിൽ കുറച്ച് കോൺവെർസേഷൻ ഉണ്ടാവും. ബാക്കി നിങ്ങളുടെ ആ ഒരു ഇതിനനുസരിച്ച്, ഒരു ഐഡിയക്ക് അനുസരിച്ചിട്ട് ബാക്കി ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ ഫോർമാറ്റ് വെച്ചിട്ട്. ഗലീലിയുടെ പാഠത്ത് നിന്ന് എവിടുന്ന് വരും? നമ്മുടെ അച്ഛനും ഗലീലിയും കൂടി ഡോക്ടർ ആവുന്നതിനെ കുറിച്ചിട്ടൊക്കെ പറയുന്ന ഒരു ഭാഗമില്ലേ, ചിലപ്പോൾ അവിടെ നിന്ന് വരും. ഓക്കെ. അങ്ങനെയാണെങ്കിൽ പട്കഥയുടെ ഫോർമാറ്റ് ഒരു കാലത്തും മറക്കരുത്. പബ്ലിക് എക്സാം വരെ എന്റെ മക്കൾ ആലോചിക്കണം. ഓണം എക്സാമിന് നിങ്ങൾ അത് പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം, ഒന്നുകൂടി നമ്മൾ ഓർമ്മിപ്പിച്ചെടുക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ നോക്കാം. സീൻ 1 എന്ന് പറഞ്ഞിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? എഴുതിയിട്ടുണ്ടാവണം. സിനിമാ കഥയാണ്. സിനിമാ കഥ എന്ന് പറയുന്ന സമയത്ത്, സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് സീൻ 1 ഏതാണ്? ഏത് സ്ഥലത്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഷൂട്ട് ചെയ്യേണ്ടത്? ഏതാണ് കഥാപാത്രങ്ങൾ? കഥാപാത്രത്തിന്റെ വയസ്സ് എന്തൊക്കെയാണ്? കഥാപാത്രങ്ങൾ ഇട്ടിട്ടുള്ള ഡ്രസ്സ് എന്തൊക്കെയാണ്? അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എഴുതണം. അതാണല്ലോ സിനിമയുടെ തിരക്കഥ എന്ന് പറയുന്നത്. അപ്പൊ അതേപോലെ നോക്കിക്കേ, സീൻ 1 എന്ന് പറഞ്ഞ് നമ്മൾ എഴുതുന്നു. സ്ഥാൻ എന്ന് വെച്ചാൽ പ്ലേസ് ആണ്. ഓക്കെ. സമയ് എന്ന് വെച്ചാൽ ടൈം ആണ്. പാത്ര എന്ന് വെച്ചാൽ ക്യാരക്ടേഴ്സ് ആണ്, കഥാപാത്രങ്ങളാണ്. ഉമ്ര എന്ന് വെച്ചാൽ എന്താണ്? ഏജ് ആണ്. വേഷഭൂഷ എന്ന് വെച്ചാൽ ഡ്രസ്സാണ്. ഇതങ്ങനെ പഠിച്ചു വെക്കുക, ഇത്ര ഓർഡറിൽ പഠിച്ചു വെക്കുക. ഓക്കെ. സീൻ 1, സ്ഥാന, സമയ, പാത്ര, ഉമ്ര, വേഷഭൂഷ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് കാണാതെ പഠിക്കുക. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം ഇത് മാത്രം എഴുതി വെച്ചാൽ പോരാ, ഇതിനനുസരിച്ച് സ്ഥലം എഴുതണം. ഇപ്പം വീട്ടിൽ വെച്ചിട്ടാണെങ്കിൽ ഗർ എന്ന് എഴുതണം. ടൈം 9 മണിക്കാണ് നടക്കുന്നത് വെച്ചാൽ 9 ബജെ എന്ന് എഴുതണം. കഥാപാത്രങ്ങൾ ഇപ്പം ഗഗൻഗില്ലും രാജ
രാജാറാമാണെന്ന് എഴുതണം. ഗഗൻ ഗില്ലിന് ഒരു 40 വയസ്സുണ്ടെന്നും രാജാറാമിന് ഒരു 55 വയസ്സുണ്ട് എന്നും അല്ലെങ്കിൽ 50 വയസ്സുണ്ട് എന്നും നിങ്ങൾ എഴുതി വെക്കണം. വേഷഭൂഷ എല്ലാവരും സാധാരണ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് പറയാം, കുഴപ്പമില്ല. ഇതിനു മുമ്പ് നമ്മൾ പട്കഥ പറഞ്ഞിട്ടുണ്ട്. മെഗാ മാരത്തോണിന് പല ടൈപ്പ് പട്കഥ ഇന്ന് നമ്മൾ പഠിക്കും ചെയ്യും. പക്ഷെ എല്ലാത്തിനും ഒരേ ടൈപ്പ് ഫോർമാറ്റ് ആയിരിക്കും എന്നുള്ള കാര്യം ആലോചിക്കുക കേട്ടോ. പിന്നെ ഘടന. ഈ ഘടന എന്ന് പറഞ്ഞ സാധനം, ഘടന എന്ന് പറഞ്ഞ എൻ്റെ മക്കൾ എഴുതണ്ട. ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് എന്താണോ അവിടെ സംഭവിക്കുന്നത് അത് എഴുതി വെക്കേണ്ടതാണ് ബ്രാക്കറ്റിൽ. കഥാപാത്രം ചിരിക്കുകയാണ്, കഥാപാത്രം കരയുകയാണ്, കഥാപാത്രങ്ങൾ വർത്താനം പറയുകയാണ്, അങ്ങനെ എന്തോന്ന് അവിടെ സംഭവിക്കുമല്ലോ, അതാണ് നമ്മൾ ബ്രാക്കറ്റിൽ ഇട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, അത് കഴിഞ്ഞാലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ കോൺവെർസേഷൻ എഴുതി വെക്കേണ്ടത്. പല മക്കളും കഴിഞ്ഞ പ്രാവശ്യം പട്കഥ എന്ന് കണ്ട സമയത്ത് കോൺവെർസേഷൻ മാത്രം എഴുതി വെച്ചു. കോൺവെർസേഷൻ മാത്രം എഴുതി വെച്ചാൽ മക്കൾക്ക് മാർക്ക് കിട്ടത്തില്ല. കൂടി വന്ന ഒരു 2 മാർക്കോ 1.5 മാർക്കോ കിട്ടുമായിരിക്കും. ഇതാണ് മെയിൻ ആളെന്ന് പറയുന്നത്. ഇതും കൂടി എഴുതിയാൽ മാത്രമേ നമ്മുടെ പട്കഥ എന്താവുള്ളൂ, ഫുൾ ആവുള്ളൂ. ലാസ്റ്റ് എല്ലാ കഥാപാത്രങ്ങളും സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഗഗൻ ഗില്ലിന്റെയും രാജാറാമിന്റെ ആണെങ്കിൽ ഗഗൻ ഗില്ല് സംസാരിക്കുന്നു, രാജാറാം സംസാരിക്കുന്നു. അങ്ങനെ സംസാരിച്ച് എന്താണ്, ഒരു 8 എണ്ണെങ്കിലും വേണം. ഒരു 8 എണ്ണെങ്കിലും നിങ്ങൾ എഴുതാ. ഇനിയിപ്പോ സാരമില്ല, ഒരു 6 എണ്ണെങ്കിലും എഴുതി ഒപ്പിച്ചാലും മതി. ഒരു 6 എണ്ണോ 8 എണ്ണെങ്കിലും നിങ്ങൾ എഴുതി ഒപ്പിക്കണം. എന്നിട്ടോ ദൃശ്യിക അന്ത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സീൻ എന്ത് ചെയ്യണം മക്കൾ, അവസാനിപ്പിക്കും വേണം. ഇതാണ് നമ്മുടെ പട്കഥയുടെ ഫോർമാറ്റ് എന്ന് വെച്ചാൽ ഒരു കാരണവശാലും എന്റെ മക്കൾ മറന്നു പോകരുത്, പഠിച്ചിട്ട് തന്നെ പോകണം. ഓക്കെ, അത് സെറ്റായേ. ഇനി അടുത്ത എന്താണ്, ഡയറിയാണ്. ഡയറിയുടെ ഫോർമാറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഡയറി എഴുതുന്ന സമയത്ത് ഡയറിയും ലെറ്ററും കുറെ ആൾക്കാർക്ക് മിക്സ് ആക്കി പോവാറുണ്ട്. ആ മിക്സായി പോകുന്ന സിസ്റ്റം ഒന്നും ഇല്ല. നന്നായിട്ട് വൃത്തിക്ക് പഠിക്കാം, നന്നായിട്ട് പഠിക്കാം കേട്ടോ. അത് കുറെ കാലമായി നമ്മൾ പഠിക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്, ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇത് സെറ്റ് ആക്കണം. നോക്കാം, ഡയറിയുടെ ഫോർമാറ്റ് പഠിക്കുന്ന സമയത്ത് ആരുടെയൊക്കെ ഡയറി വരും എന്നുള്ള കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ബോധം വേണം. നോക്കിക്കേ, ഗഗൻ ഗില്ലിന്റെ ഡയറി വരാം, അത് എവിടെ നിന്നും വരാം. പിന്നെ മക്കൾ പഠിക്കേണ്ട ഒരു കാര്യം, ദില്ലിമേ ഉനീന്തയിലെ രാജാറാമിനെ കുറിച്ചിട്ടായിരിക്കും എല്ലാ ഡയറിയിലും പറയുക. അപ്പൊ രാജാറാമിനെ കുറിച്ച് പഠിച്ചു വെച്ചാൽ സെറ്റാണ് കേട്ടോ. പിന്നെ എന്താണ്, രാജാറാമിന്റെ ഡയറി വരാം, ഞാനിങ്ങനെ പോയി അങ്ങനെ പോയി, ഗഗൻ ഗില്ല് എന്ന് പറഞ്ഞ ഒരാളെ കണ്ടു എന്ന് പറഞ്ഞിട്ട്. ഇതായിരിക്കും വരാൻ ചാൻസ് ഉള്ള ഡയറി എന്ന് പറയുന്നത്. ഓക്കെ, രാജാറാമിന്റെ ഡയറി ചാൻസ് കുറവാണ്. ഇനി ഗലീലി എന്താണ്, അച്ഛൻ ഡോക്ടർ ആവണം എന്ന് പറഞ്ഞ ആ ഒരു സമയത്ത് ഡയറി എഴുതാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ അവൻ എന്താണ് ഈ പെൻഡുലത്തിന്റെ നിയമങ്ങളൊക്കെ കണ്ടുപിടിച്ചല്ലോ, അന്നത്തെ ഡയറി എഴുതാം. അങ്ങനെ ഏത് ഡയറി വേണമെങ്കിലും എഴുതാം. പിന്നെ ഹെർമൻ ഒരു ഡയറി എഴുതാൻ വേണ്ടി ചാൻസ് ഉണ്ട്, അവന്റെ അനുഭവങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പം ഏത് കഥാപാത്രവും ഡയറി എഴുതാം. ഏത് കഥാപാത്രത്തിന്റെ ഡയറിയും വരട്ടെ, നിങ്ങൾ ടെൻഷൻ അടിച്ച് നിൽക്കാൻ പാടില്ല. അയ്യോ ഈ ഭാഗം എനിക്ക് അറിയില്ലല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കാൻ പാടില്ല. തള്ളി മറിക്കണം, നല്ല ഓവർ കോൺഫിഡന്റ് ആയിട്ട് എഴുതണം. കാരണം എന്താണ്, നിങ്ങളുടെ കയ്യിൽ ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റ്, ആ ഹിന്ദൊക്കെ വെച്ച് അങ്ങ് കുത്തി കലക്കി എഴുതുക. എല്ലാ ഹിന്ദിക്കാരെയും മനസ്സിൽ ധ്യാനിച്ച ഒരു എഴുതങ്ങ് എഴുതുക. നന്നായിട്ട് എഴുതിക്കോളാം, ടെൻഷൻ അടിക്കുകയേ ചെയ്യരുത് കേട്ടോ. അപ്പൊ നോക്കാം, നമ്മൾ സന്തോഷമാണ് കഥാപാത്രത്തിനെങ്കിൽ നോക്കിക്കേ, ഇത് പലപ്പോഴും എന്റെ മക്കൾ എഴുതാൻ വിട്ടു പോകാറുണ്ട്. ഡേറ്റ് എഴുതണം. മിസ്സേ ടൈം എഴുതണോ എന്ന് കുറെ ആൾക്കാർ ചോദിക്കാറുണ്ട്. ടൈം എഴുതിക്കോടാ, ടൈമൊക്കെ എഴുതുന്നത് ഇപ്പോഴത്തെ രീതിയാണ്. ടൈം എഴുതുന്നതിന് ഇപ്പൊ ഇത്രമാത്രം പ്രശ്നം എന്താ? ടൈം എഴുതിക്കോ, 9 ബജെ. എല്ലാത്തിനും ഒരേ ടൈം എഴുതി വെച്ചാൽ പോരെ, 9 ബജെ ഇത് തന്നെ എഴുതി വെച്ചാൽ മതി. പിന്നെ എന്താ, ബുധവാർ, ശുക്രവാർ, രവിവാർ എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കുക. ഓക്കെ, ഡേയും നമ്മൾ എഴുതി. ഓക്കെ, ഇനി എന്താണ് മെയിൻ പരിപാടി, സന്തോഷത്തിന്റെ ഡയറി ആകുമ്പോൾ അതെങ്ങനെ തുടങ്ങണം എന്നുള്ള കാര്യമാണ്. നോക്കിക്കേ, ആജ് കാ ദിൻ മേ കൈസേ ഭൂലും, ഇന്നത്തെ ദിവസം ഞാൻ എങ്ങനെ മറക്കും. ആജ് അവിസ്മരണീയ ദിൻ എഴുതരുതേ, അതൊക്കെ കണ്ട് മടുത്ത സാധനമാണ്. ഓക്കെ, ഇതെന്താണ് ഇപ്പൊ മക്കൾ കുറെ കാലമായിട്ട് ചിലപ്പം മക്കൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായിട്ടുണ്ടാവും. പക്ഷെ എന്നാലും കുഴപ്പമില്ല, അവിസ്മരണീയനെക്കാട്ടും നല്ലതാണ്. ആജ് ഏക്ക് അവിസ്മരണീയ ദിൻ എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും തുടങ്ങുക. വേണ്ട, കുറച്ച് അധികം ലൈൻസ് എഴുതി വെക്കണം. 10ാം ക്ലാസ് അല്ലേ, അപ്പൊ മക്കൾ ഇത് പഠിച്ചു വെക്കാം കേട്ടോ. നോക്കാം, ആജ് കാ ദിൻ മേ കൈസേ ഭൂലും, ഇന്നത്തെ ദിവസം ഞാൻ എങ്ങനെ മറക്കും, മറക്കാൻ പറ്റാത്ത ദിവസം കേട്ടോ. ആജ് ഖുഷി കാ ദിൻ താ, ഇന്ന് ഹാപ്പി ആയിട്ടുള്ള ഖുഷി ആയിട്ടുള്ള ദിവസമായിരുന്നു. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുത്തരുത് ഈ സാധനം എഴുതുന്ന സമയത്ത് കേട്ടോ. മേരാ മൻ ബഹുത് ഭർ ഗയാ ഹേ, എന്റെ മനസ്സ്, മൻ മീൻസ് എന്താണ്, മനസ്സ്, ബഹുത് ഭർ ഗയാ ഹേ, ഒരുപാട് നിറഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതുന്നു. ഇനി എന്താ, ഇത്തനാ ഖുഷി, ഇത്രയും സന്തോഷം, ജിന്ദഗിമേ, ലൈഫിൽ എന്താണ്, ഫസ്റ്റ് ടൈം ആണ് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് എഴുതുന്നു. ഇത്ര എഴുതിയാൽ തന്നെ ആ കഥാപാത്രത്തിന്റെ ഇമോഷൻസ് ഒക്കെ ആ ഡയറിയിൽ വന്നു.
ഇനിയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതേണ്ടത്. എന്താണോ കഥാപാത്രത്തിന് അന്ന് സംഭവിച്ചത് ആ സംഭവം നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ നിങ്ങൾ അവിടെ എഴുതി വെക്കണം. ഓക്കെ, പോയിന്റ് ആയിട്ട് പഠിച്ചിട്ട് എഴുതിയാൽ മതി, ഒരു കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, ഡയറി അവസാനിപ്പിക്കുന്ന രീതി ഇതായിരിക്കണം. യ മേരെ ജീവൻ കാ ഏക് അവിസ്മരണീയ ദിൻ. അവിസ്മരണീയ ഇവിടെ ഇട്ട് കൊടുക്കുക, അത് ഇവിടെ ഇട്ട് കൊടുക്കുക. യ എന്റെ ജീവിതത്തിലെ ഒരു അവിസ്മരണീയായിട്ടുള്ള മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായിരുന്നു എന്ന് ചേർത്ത് കൊടുക്കുന്നു. ഇനിയിപ്പോ അത് എഴുതാൻ വേണ്ടിയിട്ട് ഇഷ്ടമില്ല എങ്കിൽ ഇത് എഴുതി കൊടുക്കാം. ആജ് കാ ദിൻ മേരെ ലിയേ ഹമേഷ യാദ്ഗാർ രേഖ. ഇന്ന് എന്ന് പറയുന്നത് എന്റെ ജീവിതത്തില് ഹമേഷ യാദ്ഗാർ രേഖ, എപ്പോഴും ഓർമ്മ നിൽക്കും എന്ന് പറഞ്ഞിട്ട് എഴുതുന്നു. യാദ്ഗാർ എന്നുള്ള കാര്യം ആലോചിക്കുക. അത് ഇത് എഴുതി മടുത്ത ആൾക്കാർ ഇത് എഴുതി പരീക്ഷിക്കുക. ഓക്കെ, സിമ്പിൾ. രണ്ടും എഴുതി വെക്കണ്ട. അങ്ങനെയാണെങ്കിൽ കഥാപാത്രത്തിന്റെ ഒടുക്കാത്ത സങ്കടം സഹിക്കാൻ വയ്യാത്ത ദിവസം അവൻ എങ്ങനെ ഡയറി എഴുതും? ഇങ്ങനെ എഴുതും. നോക്കിക്കേ, ആദ്യം ഡേറ്റ് എഴുതുന്നു, ടൈം എഴുതുന്നു, ഡേ എഴുതുന്നു, ആ ആൾക്കാരൊക്കെ സെറ്റപ്പ് ആക്കി വെക്കുന്നു. നെക്സ്റ്റ് പരിപാടി എന്താണ്? സങ്കടമുള്ള ദിവസമാണ്. പക്ഷെ നമ്മൾ ഇങ്ങനെ തന്നെ തുടങ്ങുന്നു. ആജ് കാ ദിൻ മേ കേസേ പോലും, ഇന്നത്തെ ദിവസം ഞാൻ എങ്ങനെ മറക്കും? ആജ് കേസേ ദിൻ താ, ഇന്ന് എങ്ങനെയുള്ള ദിവസമായിരുന്നു. ആ ടോൺ വ്യത്യാസമുണ്ടേ. ഇന്ന് എങ്ങനെയുള്ള ദിവസമായിരുന്നു, സങ്കടമുള്ള ദിവസമായിരുന്നു അല്ലെ. ഇത്രയും ബുരാ ദിൻ ജിന്ദഗി മേ പെഹലി ബാർ ആയാ ഹി. ഇത്രയും ബുര ആയിട്ടുള്ള ബാഡ് ആയിട്ടുള്ള ഒരു ദിവസം പെഹലി ബാർ ആണ്, ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നത്. ഇതേപോലെ തന്നെയാണ്, കുറച്ച് വ്യത്യാസം വരുത്തിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ അതിനനുസരിച്ച് മക്കൾ എഴുതുന്നു. ലാസ്റ്റത്തെ കൺക്ലൂഷൻ ഖുഷി ആവട്ടെ, സന്തോഷമാവട്ടെ, സങ്കടമാവട്ടെ, സെയിം ടു സെയിം ആണ്, ഒരു വ്യത്യാസം വരുത്തണ്ട. ഇനി ഡയറി എഴുതുമ്പോഴും ലെറ്റർ എഴുതുമ്പോഴും എന്റെ മക്കൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടി പറഞ്ഞു തരാം. ഒരു പേപ്പർ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ചോട്ടിൽ കൊണ്ടുപോയി എഴുതരുത്. ഇതാണ് നിങ്ങളുടെ പേപ്പർ എന്ന് വെച്ചാൽ എന്ത് ചെയ്യരുത്? ഇവിടെ കൊണ്ടുപോയിട്ട് ഡയറിയും ലെറ്റർ ഒന്നും തുടങ്ങരുത്. ഒരു ഫ്രഷ് പേപ്പർ എടുത്തിട്ട് മാത്രം എഴുതുക. ഡയറി ആവട്ടെ, ലെറ്റർ ആവട്ടെ, പോസ്റ്റർ ആവട്ടെ, എല്ലാം എന്ത് ചെയ്യണം? ബോക്സിൽ വേണം എഴുതാൻ വേണ്ടിയിട്ട്. ബോക്സിൽ തന്നെ എഴുതണം കേട്ടോ. അപ്പൊ ഒരു സ്കെയിലും പെൻസിലും ഒക്കെ എടുത്തിട്ട് പോവാ ഹിന്ദിയുടെ എക്സാമിന് കേട്ടോ. ഓക്കെ, നോക്കിക്കേ, പത്രമാണ് ഇനി അടുത്തേ പറയാൻ പോകുന്നത്. മിസ് പറഞ്ഞു 2.5 മാർക്കോളം. നമ്മൾ നേരത്തെ ഡയറി പറഞ്ഞില്ലേ? ഈ ഡയറി എഴുതിയ ആൾക്കാരൊക്കെ എന്തും എഴുതും? നമ്മുടെ കത്തും എഴുതും എന്നുള്ള കാര്യം ആലോചിക്കാം. ഡയറിയും കത്തും ഫോർമാറ്റ് മാത്രം മാറ്റി കൊടുക്കേണ്ട സാധനമാണ്. ഉള്ളിലത്തെ സാധനങ്ങളൊക്കെ സെയിം ടു സെയിം ആയിരിക്കും. നമുക്ക് എന്തോ ഭാഗ്യത്തിന് ആർക്ക് മാത്രമേ കത്തയക്കാൻ വരാറുള്ളൂ? നമ്മുടെ ഫ്രണ്ടിന് മാത്രമേ കത്തയക്കാറുള്ളൂ. അപ്പൊ ആ കത്ത് ഫ്രണ്ടിനുള്ള കത്തായിട്ട് പഠിച്ചു വെച്ചാൽ മതി. എപ്പോഴും എൻ്റെ മക്കൾ തെറ്റിക്കുന്ന ഒരു സാധനമാണ് ഈ കത്തിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് തെറ്റിക്കാതെ പഠിച്ചിട്ട് വെക്കുക കേട്ടോ. ഓക്കെ, നിങ്ങള് ഡേറ്റും പ്ലേസും ഒന്നും അല്ല, ഡേറ്റും ഡേ ഒന്നും അല്ല ഇവിടെ എഴുതേണ്ടത്. ഇവിടെ എഴുതേണ്ടത് സ്ഥലമാണ്, കത്താണ്, വേറൊരാൾക്ക് അയക്കേണ്ട സാധനം. അപ്പൊ നമ്മൾ പ്ലേസ് ആണ് എഴുതുക. പ്ലേസും ഡേറ്റും ആണ് എഴുതി വെക്കുന്നത്. അത് ഏത് സ്ഥലത്തും എഴുതാം. ഇവിടെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, മാർക്ക് തെറ്റൊന്നും ഇടത്തില്ല. ഇവിടെയും എഴുതി കാണാറുണ്ട്, ഇവിടെയും എഴുതി കാണാറുണ്ട്. സുഖമായില്ലേ? ഏത് സ്ഥലത്തും എഴുതാം. ഓക്കെ, അടുത്തത് സുഹൃത്തിനാണ് നമ്മൾ ലെറ്റർ അയക്കുന്നത്. അപ്പൊ നോക്കിയേ, പ്രിയപ്പെട്ട മിത്രമേ എന്ന് പറഞ്ഞിട്ട് എഴുതുന്നു. തും കേസേ ഹോ, നിനക്ക് എങ്ങനെയുണ്ട്, നീ സുഖമാണോ എന്നുള്ളത് കേട്ടോ. മേ യഹാ ടീക് ഹൂ. ഇതൊക്കെ കാണാതെ പഠിച്ചാൽ മതി. കാരണം എല്ലാ ഫ്രണ്ടിനോടും നമ്മൾ ഇതൊക്കെയാ ചോദിക്കുക, നിനക്ക് എങ്ങനെയുണ്ട്, സുഖമാണോ? തും കേസേ ഹോ. ഈ ഹോ ഒന്നും ഹേ ആയി പോകരുത് കേട്ടോ. കേസേ ഹോ. മേ യഹാ ടീക് ഹും. പിന്നെന്താണ്? മേ യഹ് പത്ര, ഞാൻ ഈ ഒരു കത്ത് എനിക്ക് വിശേഷ് ബാത് ബത്താനെ കെ ലിയെ, ഒരു വിശേഷപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ലിഖ് രഹാ ഹൂം എന്ന് പറഞ്ഞിട്ട് നമ്മൾ തുടങ്ങുന്നു ആദ്യത്തെ പാരഗ്രാഫ്. സെക്കൻഡ് പാരഗ്രാഫിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ പരിപാടി എഴുതുന്നത്. കഥാപാത്രത്തിന് എന്താ സംഭവിച്ചത് എന്ന് അവിടെയാണ് എഴുതുക. കുച്ച് ദിൻ പെഹലെ, കുറച്ചു ദിവസം മുമ്പേ ഉണ്ടല്ലോ. വേണമെങ്കിൽ നമ്മുടെ രാജാറാം ആണെങ്കിലോ, ഗഗൻഗിൽ എന്ന് പറയുന്ന ഒരാളെ ഞാൻ പരിചയപ്പെട്ടു. ഗഗൻഗിൽ എൻ്റെ ഇന്റർവ്യൂ എടുത്തു, ഞാൻ അത് പറഞ്ഞു, ഇത് പറഞ്ഞു, എൻ്റെ കഥകളൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇതേ കത്ത് എഴുതുന്നു. അപ്പം കത്ത് എങ്ങനെ വന്നാലും എൻ്റെ മക്കൾ എന്ത് ചെയ്യണം? ഇതാണ് ഫോർമാറ്റ് എന്നുള്ള കാര്യം ആലോചിക്കുക. ഓക്കെ, കത്ത് ഇവിടെ അവസാനിച്ചോ? ഇല്ല, കത്തിന്റെ മെയിൻ ആൾക്കാർ ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. സെക്കൻഡ് പാരഗ്രാഫിൽ നമ്മൾ എന്ത് എഴുതുന്നു? നമ്മുടെ കഥാപാത്രത്തിന് സംഭവിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതുന്നു. ബ്ലാ 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 എഴുതി വെക്കുന്നു. അത് കഴിഞ്ഞിട്ട് തേർഡ് പാരഗ്രാഫ് ഇമ്പോർട്ടന്റ് ആണ്. തേർഡ് പാരഗ്രാഫിൽ വേണം നമ്മുടെ ഈ ഒരു കത്ത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ അപ്പുറത്തെ വീട്ടുകാരിലെ ഫ്രണ്ടിന്റെ വീട്ടുകാർക്ക് സ്നേഹം അറിയിക്കണം. സബ്കോ മേരാ പ്യാർ കഹ്ദേന, എല്ലാരോടും എന്റെ സ്നേഹം പറയണം. ഓക്കെ, നെക്സ്റ്റ് മെയിൻ ആള് ജവാബി പത്ര കി പ്രതീക്ഷ കർ രഹാ ഹൂം. ജവാബി പത്ര എന്ന് വെച്ചാൽ എന്താണ്? മറുപടി കത്താണ്. മറുപടി കത്ത് ഈ സാധനത്തിന് എഴുതി വെക്കണേ. ജവാബി പത്രം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതണം. അത് കഴിഞ്ഞിട്ട് നോക്കിക്കേ, ഈ സൈഡിലായിട്ട് തുമാരാ മിത്ര, നിന്റെ സ്വന്തം സുഹൃത്ത് പറഞ്ഞിട്ട് ഏത് ക്യാരക്ടറാണോ കത്ത് എഴുതുന്നത് അവരുടെ പേര് എഴുതി വെക്ക. പിന്നെ എന്റെ മക്കൾ എപ്പോഴും മറന്നു പോകുന്ന ഒരാൾ, ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവേ, പക്ഷെ ഇയാളെ മറന്നു.
ഇയാളെ മറന്നുപോയ കഴിഞ്ഞേ 1 മാർക്ക് വരെ ഇയാളെ മറന്നുപോയ നമുക്ക് നഷ്ടപ്പെടും. എന്താണ് സംഭവം? സേവാമേ ടു അഡ്രസ് ആണ്. ആർക്കാണോ അയക്കുന്നത് അവരുടെ അഡ്രസ് ആണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. പക്ഷെ അഡ്രസ് ഒന്നും എഴുതി എന്റെ മക്കൾ കഷ്ടപ്പെടണ്ട, ഇതങ്ങ് കാണാതെ എഴുതിയാൽ മതി. സേവാമേ നാം എന്ന് വെച്ചാൽ നെയിമാണ്, പത്ത എന്ന് വെച്ചാൽ അഡ്രസ് ആണ്. നെയിമും അഡ്രസ് ഒന്നും എഴുതി കഷ്ടപ്പെടണ്ട. സേവാമേ ഞാൻ 10 എന്ന് എഴുതി ഒരു ബോക്സിലിട്ട് സുന്ദരക്കുട്ടപ്പനാക്കി ആ സൈഡിൽ അങ്ങോട്ട് നിർത്തിയാൽ മതി. ഇതിനെ ഇമ്പോർട്ടന്റ് ആണ്. ഇതും കൂടി കഴിഞ്ഞാൽ ലെറ്റർ ഫുള്ളാണ്. നല്ല ഫ്രഷ് പേപ്പറിൽ ഒരുമിച്ച് കാണുന്ന വിധത്തിൽ ലെറ്റർ എഴുതാൻ വേണ്ടി എന്റെ മക്കൾ ശ്രമിക്കുക. ഓക്കെ, അപ്പം ലെറ്റർ നമുക്ക് സെറ്റായിട്ട് മാറും. ഇനി അടുത്തേ പറയാനുള്ളത് പോസ്റ്റർ ആണ്. പോസ്റ്റർ എന്ന് പറയുന്നത് നമുക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇങ്ങനൊരു പോസ്റ്ററും വരാം, ഇങ്ങനൊരു പോസ്റ്ററും വരാം. 2 ടൈപ്പ് പോസ്റ്ററുകളാണ് വരാൻ സാധ്യത. ഇത് ഏത് ടൈപ്പ് പോസ്റ്ററാ എന്ന് കണ്ടുപിടിക്കേണ്ട ലോജിക്ക് ആരതാ? എന്റെ മക്കളുടെയാണ്. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം? നല്ല ലോജിക്ക് അനുസരിച്ച് അത് കണ്ടുപിടിക്കണം. നോക്കാം, ഇങ്ങനൊരു പോസ്റ്റർ വരാം. അതായത് ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ സ്കൂളിൽ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട്. അപ്പം അതിനു വേണ്ടി ഒരു പോസ്റ്റർ തയ്യാറാക്കുക. പരിപാടി, സെമിനാർ, സങ്കോഷ്ടി, ഇങ്ങനെ എന്തെങ്കിലും പരിപാടിക്ക് വേണ്ടിയിട്ട് ആൾക്കാരെ സ്വാഗതം ചെയ്യുക എന്ന് കണ്ടാ മക്കളെ ആലോചിക്കുക. ഇതാണ് നമ്മുടെ പോസ്റ്ററിന്റെ ഫോർമാറ്റ്. നോട്ടീസ് പോലെ, നോട്ടീസ് കണക്കെ. അതായത് വിഷയം എഴുതുന്നു, ഇഷ്ടമുള്ളൊരു ഡേറ്റ് എഴുതുന്നു, ഇഷ്ടമുള്ളൊരു ടൈം എഴുതുന്നു, ഇഷ്ടമുള്ളൊരു സ്ഥലം എഴുതി വെക്കുന്നു. എന്നിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവരെയും ക്ഷണിക്കുന്നു. സബ്കാ സ്വാഗതം എന്നാണ്, എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഏതോ ഒരു ക്ലബിന്റെ പേരും എഴുതി വെക്കുന്നു. ഇതാണ് നമ്മുടെ പരിപാടിക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള പോസ്റ്റർ എന്ന് പറയുന്നത്. 4 മാർക്കിനാണ് ചോദിക്കുക കേട്ടോ. പോസ്റ്റർക്ക് 4 മാർക്കിനാണ് ചോദിക്കുക. പക്ഷേ വേറൊരു ടൈപ്പ് പോസ്റ്റർ ഉണ്ട്. ആ പോസ്റ്റർ മക്കൾ നിർബന്ധമായിട്ട് തിരിച്ചറിയണം കേട്ടോ. നന്നായിട്ട് വായിച്ചു നോക്കണം. പോസ്റ്റർ വന്നാ ഹായ് പോസ്റ്റർ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് എഴുതരുത്. ഏത് പോസ്റ്ററാണ്? ആ പോസ്റ്ററാണ്, ഈ പോസ്റ്ററാണ് നന്നായിട്ട് നോക്കണം. അപ്പൊ പരിപാടി നടക്കുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ എന്ത് ചെയ്യുക? ഈ പോസ്റ്റർ എഴുതി വെക്കുക. ഇതിനാണ് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടാൻ ചാൻസ് കേട്ടോ. പിന്നെ വേറൊരു ടൈപ്പ് പോസ്റ്റർ ഉണ്ട്. മിക്കവാറും നമുക്ക് ഈ ഒരു പാഠഭാഗത്തിൽ നിന്നും വരാൻ പോകുന്നത് യുദ്ധത്തിനെ കുറിച്ചുള്ള പോസ്റ്ററാണ്. യുദ്ധത്തിനെ കുറിച്ചിട്ടുള്ള ഈ പോസ്റ്ററിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ആരും ക്ഷണിക്കൊന്നും വേണ്ട. ഏതോ ഒരു ക്ലബ്ബ് എന്ത് ചെയ്തതാണ്? ഏതോ ഒരു സ്ഥലത്ത് ഒട്ടിച്ചു വെച്ചതാണ്. നിങ്ങളോട് ഇത്രേ പറയുള്ളൂ. ഇപ്പൊ യുദ്ധം എന്ന് പറയുന്നത് മാനവതയുടെ വിനാശമാണ്. ഈ വിഷയത്തിൽ എന്താണ്? ഒരു പോസ്റ്റർ തയ്യാർ കീജിയെ. ഈ വിഷയത്തിൽ ഒരു പോസ്റ്റർ തയ്യാർ കീജിയെ. സിമ്പിൾ ആയിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞാൽ വിഷയം തന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പരിപാടി ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പോസ്റ്റർ എന്താന്ന് വെച്ചാൽ ആ ഒരു വിഷയത്തിനെ കുറിച്ചൊരു 4 പോയിന്റോ 3 പോയിന്റെങ്കിലും എഴുതാം. കുറച്ച് പിക്ചറൊക്കെ വരയ്ക്കുക, ഒരു ക്ലബിന്റെ പേര് എഴുതി വെക്കുക, നല്ല ബോക്സിൽ വരച്ച് എഴുതി വെക്കുക, ഒരു ബോക്സ് ഒക്കെ വെച്ച് വരച്ചു കൊടുക്കുക. മിക്കവാറും യുദ്ധത്തിനെ കുറിച്ച് വരാന്ന് മിസ് പറഞ്ഞു. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം? ഈ യുദ്ധത്തിനെ കുറിച്ചുള്ള ഒരു പോസ്റ്റർ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചോളാം. ഈ 4 പോയിന്റും പഠിക്കാൻ നല്ല സുഖമാണേ. യുദ്ധ മാനവതാക്ക വിനാശ്. യുദ്ധം എന്ന് പറയുന്നത് മാനവത എന്നാണ്, മനുഷ്യത്വമാണ് കേട്ടോ. മനുഷ്യത്വം അല്ലെങ്കിൽ മനുഷ്യരാശിയുടെ എന്താണ്? വിനാശ് എന്ന് വെച്ചാൽ നാശമാണ്. യുദ്ധ നഹി ശാന്തി ചാഹിയെ. യുദ്ധമല്ല, ശാന്തിയാണ് വേണ്ടത്. സിമ്പിൾ ആടാ. മന്തിയാണ് ഇതൊക്കെ. മന്തിയിൽ എഴുതുന്ന സാധനങ്ങളാട്ടോ ഇതൊക്കെ. പിന്നെന്താണ്? ഏക് യുദ്ധ ഹസാറും സപ്നവും കാ അന്ത്. ആയിരക്കണക്കിന് സ്വപ്നങ്ങളുടെ എന്താണ്? അന്ത്യമാണ്. ഓക്കെ, അന്ത്യം എന്നുള്ളതാണ്. അന്ത് മീൻസ് അന്ത്യം എന്ന് പറയാണ്. ഹിംസ ചോടോ. ഹിംസ മീൻസ് എന്താണ്? അക്രമാണ്. അക്രമം എന്താണ്? ഉപേക്ഷിക്കൂ. മാനവത ജോഡോ. മനുഷ്യത്വം എന്താക്കാനാണ്? കൂട്ടിച്ചേർക്കൂ. ഹിംസ ചോടോ, മാനവത ജോഡോ. ഹിംസ എന്ത് ചെയ്യണം? ആക്രമണം ഉപേക്ഷിക്കണം. മാനവതേനെ എന്ത് ചെയ്യണം? കൂട്ടിച്ചേർക്കണം. ഇതാണ്. എന്നിട്ട് എന്ത് ചെയ്യുക? ഏതെങ്കിലും ഒരു ക്ലബ്ബ്, ഹിന്ദി ക്ലബ്ബ് എന്ന് എഴുതാം, സോഷ്യൽ ക്ലബ്ബ് എന്ന് എഴുതാം. ഇനി വേറെ നിങ്ങൾ RSA ക്ലബ്ബ് അല്ലെങ്കിൽ എന്താണ് ECC ക്ലബ്ബ് എന്തെങ്കിലും ആക്കിക്കോ. നിങ്ങൾ ഇനി ഇഷ്ടമുള്ള ഒരു ക്ലബിന്റെ പേര് അവിടെ എഴുതി വെക്കുക. ഇനി ഒന്നും കിട്ടിയില്ലെങ്കിൽ ഒരു ക്ലബിന്റെ പേര്, ക്ലബ്ബ്, വെറും ക്ലബ്ബ് എന്നെങ്കിലും എഴുതി വെച്ചാലും സാധനം സെറ്റാണ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക? ഈ ഒരു സംഭവം എഴുതുക. പോസ്റ്റർ സെറ്റാണ്. 2 ടൈപ്പ് പോസ്റ്റർ വരും. ഒരു പോസ്റ്റർ മാത്രമല്ല വരിക എന്നുള്ള കാര്യം ആലോചിക്കുക. ലോജിക്കിനനുസരിച്ച് തിരഞ്ഞെടുക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു വീഡിയോ കണ്ട ഒരു കാരണവശാലും നിങ്ങൾക്ക് വെറുതെ ആവത്തില്ല. എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട് കേട്ടോ. ഏകദേശം നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, ഇനി വരാൻ പോകുന്ന ആളെന്ന് പറയുന്നത് എന്താണ്? ലാസ്റ്റത്തെ ആള്. ലാസ്റ്റത്തെ ഏകദേശം എല്ലാ ഫോർമാറ്റുകളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇനി 3 മാർക്കിന് വരുന്ന വാക്യ വിസ്താർക്കരെ എന്ന് പറയുന്ന ആളാണ്. ഈ ആള് വളരെ ഈസിയാണ്. ഒന്നുമില്ല. ചില മക്കൾ ചെയ്തു വെക്കുന്ന ഒരു തെറ്റ് ഞാൻ പറയട്ടെ. ഈ മൊത്തം എന്ത് ചെയ്യുന്നറിയോ? ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ കൂട്ടിച്ചേർത്ത് ഒറ്റ ഒരു സെന്റൻസ് ആക്കി വലുതാക്കി അങ്ങ് വെക്കും.
അല്ല, അതല്ല ഉദ്ദേശിക്കുന്നത്. ചെയ്യേണ്ട കാര്യം ഇതാണ്, സെന്റൻസ് തന്നിട്ടുണ്ടാവും, എന്നിട്ട് ആ സെന്റൻസിലോട്ട് ഓരോ വാക്കുകളും ആഡ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, 3 സെന്റൻസോളം ഉണ്ടാക്കണം. ഓക്കെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ആദ്യം നിങ്ങൾ മലയാളം അർത്ഥം കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കണം. മലയാളത്തിലെ സ്ട്രക്ചറും ഹിന്ദിയുടെ സ്ട്രക്ചറും ഏകദേശം ഒരേപോലെ ആയതുകൊണ്ട് മലയാളത്തിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന സെന്റൻസ് എന്താണോ അതേ രീതിയിൽ നമ്മളെ ഹിന്ദിയിലോട്ട് എഴുതിയാൽ മതി. മിസ് പറഞ്ഞുതരാവേ, നോക്കാം. ഗലീലിയോക്കോ ബേജ് ദിയ, ഗലീലിയോയെ ബേജ് ദിയ, അയച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് എന്ത് തന്നിട്ടുണ്ട്, അച്ഛൻ, പിതാനെ എന്ന് വെച്ചാൽ അച്ഛൻ എന്ന് തന്നിട്ടുണ്ട്. പഠനേ കേലിയെ, പഠിക്കാനായി എന്ന് തന്നിട്ടുണ്ട്. ഡോക്ടറി, ഡോക്ടറിന്റെ ആ ഒരു ഇത് അല്ലേ, ഡോക്ടർ പഠനം, ഡോക്ടറി എന്ന് വെച്ചാൽ ഡോക്ടർ പഠനമാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. ഡോക്ടറിനെ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗലീലിയോ വിട്ടു എന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. നോക്കാം എങ്ങനെ നമ്മൾ മലയാളത്തിൽ പറയും. ഗലീലിയോയെ അയച്ചു, നമ്മുടെ അച്ഛൻ ഗലീലിയോയെ അയച്ചു, അച്ഛൻ പഠിക്കാൻ വേണ്ടി ഗലീലിയോയെ അയച്ചു, അച്ഛൻ ഡോക്ടർ പഠിക്കാൻ വേണ്ടിയിട്ട് ഗലീലിയോയെ അയച്ചു. ഇങ്ങനെ മലയാളത്തിൽ ആദ്യം ഉണ്ടാക്കി വെക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, ഓരോന്ന് കൂട്ടിച്ചേർത്ത് എഴുതുക. 3 സെന്റൻസ് എഴുതിയാലാണ് മക്കൾക്ക് 3 മാർക്ക് കിട്ടുക. ഇനിയിപ്പോൾ അഥവാ അർത്ഥമൊന്നും മനസ്സിലായില്ല, മിസ്സേ എനിക്ക് അർത്ഥം വായിക്കാൻ അറിയില്ല, ഹിന്ദി അറിയാത്ത മക്കൾ ഇത് കാണുന്നുണ്ടാവുന്ന മിസ്സിന് അറിയാം, അങ്ങനത്തെ അവസ്ഥ വരുന്ന സമയത്ത്, അങ്ങനത്തെ അവസ്ഥ വന്നാലും എന്തെങ്കിലുമൊക്കെ ആക്കി എഴുതണം. ഇത്രയേ ഉള്ളൂ. ഓരോ സെന്റൻസുകളും ഓരോ വാക്കുകൾ എന്ത് ചെയ്യണം, ഓരോ ഭാഗത്തിന്റെ കൂടെ കൂട്ടിച്ചേർത്തിട്ടുണ്ടാവണം. അത് എവിടെയെങ്കിലുമൊക്കെ ഇട്ടിട്ടാണെങ്കിലും ഒപ്പിക്കുക. അപ്പൊ കുറച്ചെങ്കിലും മക്കൾക്ക് 3 മാർക്കിൽ ഒരു 1 മാർക്കെങ്കിലും കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഈ ഒരു രീതിയിൽ ചെയ്യുന്ന രീതിയിൽ അങ്ങ് എഴുതിയിട്ടാ മതി. നോക്ക, ഗലീലിയോയെ അയച്ചു, പിതാനെ ഗലീലിയോക്കോ ബേജ് ദിയ, പിത എന്ത് ചെയ്തു, ഗലീലിയോയെ അയച്ചു. അച്ഛൻ ഗലീലിയോയെ പഠിക്കാൻ വേണ്ടി അയച്ചു, പഠനേ കേലിയെ ബേജ് ദിയ. പിതാനെ ഗലീലിയോക്കോ ഡോക്ടറി പഠനേ കേലിയെ ബേജ് ദിയ. അച്ഛൻ ഗലീലിയോയെ ഡോക്ടർ പഠിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഡോക്ടറുടെ പഠനം പഠിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ബേജ് ദിയ, അയച്ചു. ഓക്കെ, സെറ്റ്. ഇങ്ങനെയാണ് എന്താണ്, ഇത് നമ്മുടെ ഗലീലിയോയുടെ പാഠത്തിൽ നിന്ന് വരാം, നമ്മുടെ ദില്ലീമേ ഉനീന്തെ എന്ന് വരാം, പരീലടിക്കിന്ന് വരാം, പിന്നെന്താണ്, ഇങ്ങനെ ഏതെന്ന് വേണമെങ്കിലും എന്താണ് വരാൻ ചാൻസ് ഉണ്ട്. ആ 3 കവിത ഒഴിച്ച് ബാക്കി എല്ലാത്തിനും എന്ത് വരാൻ ചാൻസ് ഉണ്ട്, ഇത് വരാൻ ചാൻസ് ഉണ്ട്. ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് എപ്പോഴും പുറത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ വരും എന്ന് പറഞ്ഞു, ചിലപ്പോൾ ആ പുറത്തുനിന്നുള്ള പാരഗ്രാഫിൽ നിന്നായിരിക്കും ഈ ഒരു സംഭവം വരാൻ ചാൻസ്, പറയാൻ പറ്റത്തില്ല. അപ്പൊ എന്ത് വന്നാലും എന്റെ മക്കൾ ആലോചിക്കേണ്ടത് മലയാളം സ്ട്രക്ചർ പ്രകാരം ഹിന്ദി സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് അങ്ങ് എഴുതുന്ന പരിപാടിയാണ് ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, യെസ്. അപ്പൊ ഇത്രയേ ഉള്ളൂ എന്തെന്ന് പറയുന്നത്, നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് എന്താണ്, ഇത്രയും എന്റെ മക്കൾ പഠിച്ചാൽ തന്നെ എന്തായി, നിങ്ങൾക്ക് ഓക്കെ സെറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ പാഠഭാഗം ഫുള്ള് നിങ്ങൾക്ക് എന്തായാലും എഴുതാൻ കഴിയും. ഒരു ടെൻഷനും കൂടാതെ ഹിന്ദി എക്സാം എഴുതുക എന്നുള്ളതാണ് മെയിൻ പരിപാടി. പട്കഥ, ഡയറി, ലെറ്റർ, പിന്നെ നമ്മുടെ ഈ ഒരു വാക്യ പിരമിഡിന്റെ ഈ ഒരു വാക്യ വിസ്താരക്കാരെ, പിന്നെ ആശയം എഴുതേണ്ട രീതി, ഈ രീതിയൊക്കെ പഠിച്ചാൽ തന്നെ ഓൾ സെറ്റ് ആണ്. നിങ്ങളെ കൊണ്ട് കഴിയും, നിങ്ങൾ സൂപ്പറാണ്. അപ്പൊ നമ്മുടെ ക്രിസ്മസ് എക്സാം നിങ്ങൾ പൊളിച്ചെടുക്കണം. നന്നായിട്ട് തന്നെ എന്റെ മക്കൾക്ക് എഴുതാൻ പറ്റട്ടെ. ഓൾ ദ ബെസ്റ്റ്. ടാറ്റ, ബൈ ബൈ.